കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 20, 2 മുതലുള്ള തിരുവചന ഭാഗം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയം ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ, അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹയെ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. 4-ാമത്തെ സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ വ്യക്തി. അതുപോലെ തന്നെ 3 ലേഖനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നാമത്തിലുണ്ട്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. മറ്റൊന്നാണ് വെളിപാട് പുസ്തകം. അദ്ദേഹം നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ കിട്ടിയ വെളിപ്പെടുത്തൽ, അതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുക. യോഹന്നാൻ്റെ സുവിശേഷം മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങൾ എന്നത് ആദ്യത്തെ 3 സുവിശേഷങ്ങളാണ്. അത് കഴിഞ്ഞ് വരുന്ന 4-ാമത്തെ സുവിശേഷമാണ് യോഹന്നാൻ ശ്ലീഹായുടെ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ഇന്നത്തെ ആദ്യ വായന നമ്മൾ പരിശോധിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വായിച്ചു കേട്ട കാര്യമൊന്നുമല്ല, ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കിയ കാര്യമല്ല, ഹൃദയം കൊണ്ട് അനുഭവിച്ചത്. നമുക്ക് വേണമെങ്കിൽ 3 ഗണത്തിൽപ്പെടാൻ പറ്റും. 1-ാമത്തെ ഗണമാണ് അജ്ഞതയിൽ കഴിയുന്നവർ. ഹോസിയയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അറിവില്ലായ്മ വലിയൊരു ഗുണമായിട്ടൊന്നും ആരും കാണരുത്. അറിവില്ലായ്മ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെയുള്ള ജീവിതം, അത് നാശം വിതയ്ക്കുന്നതാണെന്ന്. എൻ്റെ ജനം അജ്ഞത മൂലം നശിക്കുന്നു എന്ന് വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം. 2-മതൊന്നുണ്ട്, ബൗദ്ധികമായിട്ടുള്ള അറിവ്. ഇന്ന് ബുദ്ധിയുടെ തലത്തിൽ ഒത്തിരി അറിവ് സമ്പാദിച്ച വ്യക്തികളുണ്ട്. യേശുവിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ബൗദ്ധികമായ അറിവ് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. അതാണ് അനുഭവജ്ഞാനം. സുഭാഷിതങ്ങൾ 9:10 നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഈ അറിവ് നമ്മൾ സമ്പാദിക്കണം. അതും അനുഭവത്തിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഈ അറിവ് സമ്പാദിച്ച് മുമ്പോട്ട് പോകാൻ പറ്റണം. പ്രഭാഷകൻ 34:9-10 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, അനുഭവജ്ഞാനമില്ലാത്തവർക്ക് അറിവ് കുറയും. ബൗദ്ധികമായിട്ടുള്ള അറിവ് അത് പോരാ, അനുഭവജ്ഞാനം അതില്ലാത്തവർക്ക് അറിവ് കുറയും. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പേര് നിങ്ങൾ തല്ലണേ തല്ലിക്കോ, ജയിലിലിടണമെങ്കിൽ ജയിലിലിട്ടോ, കൊല്ലണമെങ്കിൽ കൊന്നോ, പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബൗദ്ധികമായ അറിവുള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഒരു സഹനം വരുമ്പം ഓടി രക്ഷപ്പെടാൻ നോക്കും.
സഹനങ്ങൾ ഒഴിവാക്കാനും മരണം ഒഴിവാക്കാനും ഏത് വഴിയും സ്വീകരിക്കും. വേണേൽ യേശുവിനെ തള്ളിപ്പറയണമെങ്കിൽ പോലും തള്ളിപ്പറയും. പക്ഷെ അനുഭവജ്ഞാനമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായും പത്രോസും എല്ലാം ഇപ്രകാരം അവരുടെ ജീവിതത്തിൽ പെരുമാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും കൂടെ പറയാറുള്ള ഒരു കാര്യമാണ് ലോർഡ് ഐ ലവ് യു. കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നല്ലതാണ് ഇങ്ങനെ ഏറ്റു പറയുന്നത്. സുഹൃദേവം പോലെ പറയുന്നതും നല്ലതാണ് എന്ന് വിശുദ്ധർ പോലും പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ നല്ലൊരു കാര്യമുണ്ട് ഈശോ നമ്മോട് ഐ ലവ് യു എന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ജീവിതം അതുപോലെ കറതീർന്നതാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു യോഹന്നാനെ അതുപോലെ സ്നേഹിച്ചെങ്കിൽ അതുപോലെ ജീവിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. അത്ര ക്ലിയറായിട്ടുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ടാണ് യേശുവിന് അങ്ങനെ പറയാൻ സാധിച്ചത്. അല്ലെങ്കിൽ യോഹന്നാനെക്കുറിച്ച് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ. മറ്റൊരു കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണേലും ഒരേ കഴിവായിരിക്കണമെന്നില്ല രണ്ടു പേർക്ക്. ഒരാൾക്കുള്ള കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്നില്ല. ഒരാളുടെ പാപമായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ പാപം. പറയുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കാനും സഹായിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ആ ഒരു കടമ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. പത്രോസും യോഹന്നാനും മഗ്ദലന മറിയം പറയുന്നത് കേട്ടിട്ട് ഓടി. ഓട്ടത്തിന് മിടുക്കൻ യോഹന്നാൻ ശ്ലീഹായിരുന്നു. ആദ്യം അവിടെ എത്തി. അവൻ കുനിഞ്ഞ് ആ കല്ലറയിലേക്ക് നോക്കിയിട്ട് അവിടെ തന്നെ നിന്നതേ ഉള്ളൂ. ഇച്ചിരൂടെ മാറി നിന്ന് കാണും. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. തന്നെ അകത്തോട്ട് പോകാൻ ഒരു പേടി. ഇനി അത് കഴിഞ്ഞ് രണ്ടാമതെത്തിയവനാണ് പത്രോസ്. അതിന് വേറെ ആശങ്കയൊന്നുമില്ലായിരുന്നു. നേരെ അകത്തോട്ട് കയറി. ഓട്ടത്തിന് ഇച്ചിരി പുറകോട്ടായിരുന്നേലും ധൈര്യത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് പത്രോസ്. പത്രോസ് കയറി കഴിഞ്ഞപ്പോഴാണ് അവൻ അതിൻ്റെ ഒരു പിൻബലത്തിലാണ് യോഹന്നാൻ ശ്ലീഹ അകത്തോട്ട് കയറുന്നത്. പറയുന്നുണ്ട് നമ്മുടെ അതേ കഴിവ് മറ്റുള്ളവർക്കില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ കൊച്ചാക്കുന്നത് ശരിയല്ല. ഓരോരുത്തർക്കും ഓരോ കഴിവ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുണ്ടായിരിക്കാം. അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു വിശാല മനസ്സ് അത് നമുക്കുണ്ടാകണം. അതാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെയും നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം. യോഹന്നാൻ ശ്ലീഹയുടെ ഒരു പ്രത്യേകത അറിയണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു. തൻ്റെ ചങ്ക് കർത്താവിൻ്റെ ചങ്കോട് ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ട് എന്ത് കിട്ടി? ആഴമായ പഠനങ്ങൾ കിട്ടി. നമ്മൾ ഈ വാചിക പ്രാർത്ഥന കുറേ ചൊല്ലി നടന്നാൽ അതൊന്നും ഉണ്ടാവണമെന്നില്ല. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ചങ്ക് കർത്താവിൻ്റെ ചങ്കോട് ചേർത്ത് വെച്ചപ്പോൾ വലിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം തന്നെ വ്യത്യസ്തമാകുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും ഇതുപോലെ പഠിപ്പിക്കുന്ന മറ്റൊരു സുവിശേഷമില്ല. ഇനി നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അവരുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ദൈവസ്നേഹം, പരസ്നേഹം. അതിലൂടെ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, അതും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു അപ്പസ്തോലനാണ് വിശുദ്ധ യോഹന്നാൻ എന്ന കാര്യം നമുക്ക് ഓർത്തിരിക്കാം. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അനുഭവിച്ച് ജീവിക്കുന്ന ദൈവമക്കളായി മാറുവാൻ നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുകയും ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.